നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല പോഷക സമൃദ്ധമായ ഒന്നാണ് ചതുരപ്പയർ. ഇതിൽ ധാരാളം മാംസ്യം അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ഇതിനെ ഇറച്ചിപ്പയറെന്നും പറയുന്നു. ഇതിൽ വൈറ്റമിൻ, കാൽഷ്യം, അയൺ എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. വർഷത്തിൽ 3-4 മാസം ധാരാളമായി പയർ തരുന്ന ഒന്നാണ് ചതുരപ്പയർ. സാധാരണ നമ്മുടെ വീടുകളിൽ എപ്പോഴും നടുന്ന മറ്റു പയറുകളാണ്. എന്നാൽ ചതുരപ്പയർ സീസണിലായി മാത്രമേ കായ് തരുള്ളൂ. മറ്റു പയറുകളിൽ കീടബാധ ധാരാളം കാണുന്നു. ചാഴി, മുഞ്ഞ ഇതൊന്നും ഇതിനെ വലുതായിട്ട് ആക്രമിക്കൂല. മാത്രം വളം കൊടുത്താൽ മതിയാകും. ഈ ചതുരപ്പയർ ജൂൺ മുതലാണ് നടാൻ തുടങ്ങുന്നത്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ. ഇതിന് ചതുരപ്പയറിന്റെ വിത്താണ് ഇത് കയ്യിലിരിക്കുന്നത്. ഇതിനകം പൊളിച്ച് ഇതാണ് ചതുരപ്പയറിന്റെ വിത്ത്. ഈ ചതുരപ്പയറിന്റെ വിത്ത് കുറ്റിപ്പയറിന്റെ വിത്തിന്റെ അതേ ഷേപ്പ്. നവംബർ മുതൽ ചതുരപ്പയർ പറിക്കാൻ നമുക്ക് കായ്ച്ചു തുടങ്ങും. അതൊരു ഫെബ്രുവരി വരെ ഉണ്ടാവും. പയറിനെ പോലെ തന്നെ ഇലകളും ഭക്ഷ്യയോഗ്യമാണ്. വൈറ്റമിൻ എ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. വേനൽക്കാലത്ത് വെള്ളം നനച്ചു കൊടുക്കണം. കൃമിശല്യം ഉണ്ടെങ്കിൽ വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതം തളിച്ചു കൊടുത്താൽ മതി. ചതുരപ്പയറിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേര് കിഴങ്ങായിട്ടാണ് രൂപപ്പെടുന്നത്. അതിനാൽ ചെടി നശിച്ചു പോയാലും വേറൊരു മഴയിൽ, അടുത്ത മഴയിൽ അത് കിളിർത്ത് വന്നോളും. എല്ലാ വീടുകളിലും 1-2 തൈ ചതുരപ്പയർ നടുക. പിന്നെ വിത്ത് ഓൺലൈനായിട്ട് കിട്ടും. സീസൺ സമയത്ത് എല്ലാ കടകളിലും ലഭ്യമാണ്. വളരെ കുറഞ്ഞ പരിചരണത്തിൽ നട്ടുവളർത്താവുന്ന ഒന്നാണ് ചതുരപ്പയർ. മാംസത്തിന്റെ കലവറയായ ചതുരപ്പയർ എല്ലാ വീടുകളിലും നട്ടുവളർത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക്, കമന്റ്, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.